അതുല്യ നടൻ കൊച്ചിൻ ഹനീഫ മരിച്ചിട്ട് ഇന്നേക്ക് 16 വർഷം. വട്ടക്കഴുത്തുള്ള ബനിയനും കയ്യലിയും എടുത്ത് അതിനു മുകൾ ബെൽറ്റും കെട്ടി കയ്യിൽ പേനക്കത്തി നിവർത്തി പിടിച്ച് നെഞ്ചുമെലിച്ച് നടക്കുന്ന ഇറച്ചിവെട്ടുകാരൻ ഹൈദ്രോസ്. കിരീടത്തിലെ സേതുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ മണ്ടൻ ഗുണ്ടയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ആ ആസാനെ വിളി ഏതൊരാളെയും പൊട്ടിച്ചിരിയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളി ഇന്നും രമണനെയും കൂട്ടി മലയാള സിനിമയുടെ ചായക്കടയ്ക്ക് മുന്നിലിരുന്ന് കപ്പലണ്ടി കുറിക്കുന്നുണ്ട്. കാലം പോയിട്ടും മാറ്റമില്ലാതെ നമുക്കിടയിൽ ഒരു ഗംഗാധരൻ മുതലാളിയും രമണനുമൊക്കെ കറങ്ങി നടപ്പുണ്ട്. അത്രത്തോളം ആ വലിയ മനസ്സുള്ള ചെറിയ മനുഷ്യന്റെ പ്രകടനം വെള്ളിത്തിരയിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. മിമിക്രി നാടകവേദികളിലൂടെ കടന്നുവന്ന് അഴിമുഖം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കൊച്ചിൻ ഹനീഫയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിജയഗാഥ രചിച്ചുകൊണ്ട് പറക്കുംതളികയിലേറി മലയാളികളുടെ സ്വന്തം ഇൻസ്പെക്ടർ വീരപ്പൻ കുറുപ്പ് ആടിത്തിമർക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്ര, ചതിക്കാത്ത ചന്തുവിലെ ധർമ്മ, പാണ്ടിപ്പടയിലെ ദരിദ്രനായ മുതലാളി, CID മൂസയിലെ പോലീസുകാരൻ, അങ്ങനെ കണക്കുകളില്ലാതെ നീളുന്നു കൊച്ചിൻ ഹനീഫ അനശ്വരമാക്കിയ റോളുകൾ. മീശമാധവനിലെ പിള്ളേച്ചന്റെ വാലായ ത്രിവിക്രമൻ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി. അങ്ങനെ ആരാധകരെ പൊട്ടിച്ചിരിപ്പിച്ച എത്രയെത്ര രസികൻ വേഷങ്ങൾ. വില്ലൻ വേഷങ്ങളിലാണ് തുടക്കമെങ്കിലും ഹാസ്യവേഷങ്ങളിലൂടെയും പേരെടുത്തു. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ വിവിധ ഭാഷകളിലായി 300ഓളം ചിത്രങ്ങൾ. ഒരു സന്ദേശം കൂടി, ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായി. കടത്തനാടൻ അമ്പാടി, ലാൽ അമേരിക്കൽ, ഇണക്കിളി എന്നിവയുടെ തിരക്കഥാകൃത്തായി. കമൽഹാസനൊപ്പം അഭിനയിച്ച മഹാനദിയിലെ പ്രകടനം ദക്ഷിണേന്ത്യൻ മുഴുവൻ അദ്ദേഹത്തിന് പ്രശംസ നേടിക്കൊടുത്തു. വിജയ്, വിക്രം, അജിത്ത്, രജനീകാന്ത് തുടങ്ങി ഒട്ടനവധി താരങ്ങളോടൊപ്പം തമിഴിൽ അഭിനയിച്ചു. ശങ്കർ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായി. 2010 ഫെബ്രുവരി 2 മലയാള സിനിമയിൽ നികത്താനാവാത്ത ആ വിടവ് നിലനിർത്തി കൊച്ചിൻ ഹനീഫ യാത്രയായത്. എങ്കിലും നർമ്മം നിറഞ്ഞ വർത്തമാനങ്ങളിലൂടെ, നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ മലയാള ചലച്ചിത്ര ലോകത്ത് ഔപചാരികതകളില്ലാതെ കൊച്ചിൻ ഹനീഫ ഇന്നും പ്രയാണം തുടരുന്നു. മലയാളികളുടെ പൊന്നിക്കയായി.